നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫോംസ് ഓഫ് പ്രൈവറ്റൈസേഷൻ ആണ്. ദാറ്റ് ഈസ് മോഡ്സ് ഓർ സ്കീംസ് ഓഫ് പ്രൈവറ്റൈസേഷൻ. പ്രൈവറ്റൈസേഷൻ്റെ പല മോഡുകൾ അല്ലെങ്കിൽ സ്കീമുകളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അതായത് ഏതൊക്കെ തരത്തിൽ നമുക്ക് പ്രൈവറ്റൈസ് ചെയ്യാം എന്നുള്ളതാണ്. പ്രൈവറ്റൈസേഷൻ മെഷേഴ്സ് ക്യാൻ ടേക്ക് എനി ഓഫ് ദ ഫോളോയിങ് 3 ഫോംസ്. താഴെ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളിൽ 3 തരത്തിലാണ് നമുക്ക് പ്രൈവറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കുക. അതായത് പബ്ലിക്കിനെ പ്രൈവറ്റ് എൻ്റർപ്രൈസസ് ആയിട്ട് മാറ്റാനായിട്ട് നമുക്ക് സാധ്യതയുള്ളത്. അപ്പോൾ അത് ഏതൊക്കെ തരത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തെയാണ് ഓണർഷിപ്പ് മെഷേഴ്സ്. എങ്ങനെയാണ് ഓണർഷിപ്പ് മെഷേഴ്സ് അനുസരിച്ച് നമുക്ക് മാറ്റാൻ നോക്കാം. ദിസ് ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ് ഫുള്ളി ഓർ പാർഷ്യലി ടു ദ ഇൻഡിവിജ്വൽ, കോപ്പറേറ്റീവ് ഓർ കമ്പനി. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഓണർഷിപ്പ് മാറ്റുകയാണ് ചെയ്യുന്നത്. അവരെ ആ ഒരു നമ്മുടെ സ്വന്തമായിട്ടുള്ള സ്ഥാപനത്തെ പ്രൈവറ്റിനെ നമ്മൾ പബ്ലിക്കാക്കി മാറ്റുന്നു. അതിൽ നമ്മുടെ അവകാശങ്ങളും കൂടി നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ മുഴുവനായിട്ട് അല്ലെങ്കിൽ പകുതിയായിട്ട് അങ്ങനെയായിരിക്കും. അപ്പോൾ ഏതൊക്കെ തരത്തിലാണെന്ന് പറയുന്നത്? ഒന്നുകിൽ ഫുള്ളിയാണ് അല്ലേ, ഫുള്ളി ഓർ പാർഷ്യലി ടു ദ ഇൻഡിവിജ്വൽ, കോപ്പറേറ്റീവ് ഓർ കമ്പനി. ഒന്നുകിൽ ഫുള്ളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ പകുതിയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് പോലെ ആ ഒരു രീതിയിലും ആയിരിക്കാം. അങ്ങനെയാണ് നമ്മൾ പബ്ലിക് കമ്പനീസിനെ, എൻ്റർപ്രൈസസിനെ പ്രൈവറ്റ് ആക്കിയിട്ട് നമ്മൾ മാറ്റുന്നത് എന്നുള്ളതാണ്. ഇനി അത് ഡിഫറെൻറ്റ് ടൈപ്സിൽ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഇവിടെ ഓണർഷിപ്പിൽ തന്നെ 3 തരത്തിലാണ്. അതിലൊന്നാണ് പറയുന്നത് ടോട്ടൽ ഡീസെൻട്രലൈസേഷൻ, സെക്കൻഡ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആൻഡ് തേർഡ് വൺ ഈസ് ലിക്വിഡേഷൻ. ഈ 3 തരത്തിൽ നമ്മൾ ഓണർഷിപ്പ് അനുസരിച്ച് നമ്മൾ മാറ്റം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കൺട്രോളിങ് പവറും കൂടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വേർഡ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം ടോട്ടൽ ഡീസെൻട്രലൈസേഷൻ ആണ്. ദാറ്റ് ഈസ് ദിസ് മീൻസ് 100% ഓഫ് ദ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് എ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ടു പ്രൈവറ്റ് സെക്ടർ. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ മുഴുവനായിട്ട്, അതായത് 100% പബ്ലിക് എൻ്റർപ്രൈസസിനെ നമ്മൾ പ്രൈവറ്റ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓണർഷിപ്പ് മുഴുവനായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ടോട്ടൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയാം. ഇനി രണ്ടാമത്തത് വരുന്നത് ബി ആണ്. ദറ്റ് ഈസ് ജോയിൻറ്റ് വെഞ്ചേഴ്സ്. ദിസ് മീൻസ് ദ പാർഷ്യൽ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് എ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ടു പ്രൈവറ്റ് സെക്ടർ. അതായത് പകുതിയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മൾ മുഴുവനായിട്ട് മാറ്റുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പാർഷ്യൽ ട്രാൻസ്ഫറാണ്, ഹാഫ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പാണ് പബ്ലിക്കിൽ നിന്നും പ്രൈവറ്റിലേക്ക്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമുക്കിവിടെ ഒരു കാര്യം എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ 49% ഓഫ് എ സ്റ്റേക്ക് ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് മേ ബി ട്രാൻസ്ഫർഡ് ടു പ്രൈവറ്റ് സെക്ടർ ആൻഡ് 51% റീറ്റെയിൻഡ് ഇൻ ദ പബ്ലിക് സെക്ടർ. അതായത് ഇപ്പോൾ നമ്മൾ ഓണർഷിപ്പ് പാർഷ്യലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 49% ആരാണ്? പ്രൈവറ്റ് സെക്ടറിന് കൊടുത്തിട്ട് അതിനേക്കാൾ ഒരു 2% മുകളിൽ ആര് നിൽക്കുന്നു? പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ ഓണർഷിപ്പ് നിർത്തുക. അപ്പോൾ അങ്ങനെ പകുതിയാക്കുന്നു. ഏകദേശം പകുതിയാണെങ്കിലും ഒരു 2%, 1% മുകളിൽ പബ്ലിക് എൻ്റർപ്രൈസസ് നിർത്തിക്കൊണ്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഓണർഷിപ്പിനെയാണ് നമ്മൾ ജോയിൻറ്റ് വെഞ്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മെഷർ അണ്ടർ ഓണർഷിപ്പിൽ പറയുന്നത്. ഇനി ഈ ഓണർഷിപ്പിൽ തന്നെ മൂന്നാമത്തത് വരുന്നതാണ് ലിക്വിഡേഷൻ എന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് വരുന്ന തേർഡ് ഫോം ഈസ് ലിക്വിഡേഷൻ ആണ്. ദിസ് ഇൻവോൾവ്സ് സെയിൽ ഓഫ് അസറ്റ്സ് ഓഫ് എ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ടു എ പേഴ്സൺ who may continue the operation of the enterprise or utilize it for any other purpose as per his interest. ലിക്വിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി അവസാനിപ്പിക്കുക അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ക്ലോസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് അവിടെ വരുന്ന അസറ്റുകൾ അതൊക്കെ നമുക്ക് സെയിൽ ചെയ്യുക എന്നുള്ളതാണ് വേറൊരു ഓണർഷിപ്പിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനായിട്ട് പറയുന്നത്. ആർക്കായിരിക്കാം? to a person who may continue the operation of the enterprise. മേ ബി ആ ലിക്വിഡേറ്റ് ചെയ്ത് എൻ്റർപ്രൈസസ് അവസാനിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ ആ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിനെ മറ്റൊരു വ്യക്തി വാങ്ങുകയാണെങ്കിൽ അവരത് ആ നമ്മുടെ കമ്പനിയിലുള്ള ഒരു അസറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം? വിൽക്കാവുന്നതാണ് എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓർ യൂട്ടിലൈസ് ഇറ്റ് ഫോർ എനി അതർ പർപ്പസ് ആസ് പെർ ഹിസ് ഇൻട്രസ്റ്റ്. അതുമല്ലെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്? അസറ്റ് വേറെ എന്തെങ്കിലും പർപ്പസിനായിട്ടോ ഉപയോഗിക്കാവുന്നതാണ്. അയാളുടെ ഇഷ്ടത്തിന് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഒന്നുകിൽ നമ്മൾ വിൽക്കുന്ന ആൾക്ക് കണ്ടിന്യൂ ചെയ്യാം ഓപ്പറേഷന്, അല്ലെങ്കിൽ
അത് വേറൊരാൾക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിന് നമുക്ക് വിൽക്കാവുന്നതാണ് എന്നുള്ളതാണ്. കാരണം കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുകയാണ്, അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ അത് ആ വാങ്ങുന്ന ആളുടെ ഇഷ്ടമാണ് അതെങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ആർക്കാണോ അസറ്റ് കൊടുക്കുന്നത് എങ്ങനെ അത് ഉപയോഗിക്കണം എന്നുള്ളത് ആ വാങ്ങുന്ന ആളുടെ ഇഷ്ടം പോലെയാണ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ മെഷറായിട്ട് പറയുന്നത് ഓർഗനൈസേഷണൽ മെഷറാണ്. ദാറ്റ് ഈസ് ഫോം ഓഫ് പ്രൈവറ്റൈസേഷനിലെ സെക്കൻഡ് വൺ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ദീസ് മെഷേഴ്സ് ആർ ഫോളോഡ് ടു റിഡ്യൂസ് ദ കൺട്രോൾ ഓഫ് ദ ഗവൺമെൻറ് ഓവർ എ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് വിത്തൗട്ട് ഗിവിംഗ് ദ ഓണർഷിപ്പ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഓണർഷിപ്പും കൂടി, അധികാരവും കൂടി, കൺട്രോളും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓണർഷിപ്പ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. റെഡ്യൂസ്ഡ്, ഫോളോ ടു റിഡ്യൂസ് ദ കൺട്രോൾ ഓഫ് ഗവൺമെൻറ് ഓവർ എ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് വിത്തൗട്ട് ഗിവിംഗ് ദ ഓണർഷിപ്പ്. അതായത് ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ അതിൽ നിന്ന് കുറയ്ക്കുകയാണ്. മനസ്സിലായല്ലോ? കൺട്രോൾ കുറച്ചിട്ട് ഓണർഷിപ്പ് കൊടുക്കാതിരിക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ 3 തരത്തിൽ തന്നെ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ഹോൾഡിംഗ് കമ്പനി സ്ട്രക്ചർ. അപ്പോൾ എന്താണ് ഹോൾഡിംഗ് കമ്പനി സ്ട്രക്ചർ എന്ന് നമുക്ക് നോക്കാം. ദിസ് സ്ട്രക്ചർ ഇസ് ഡിസൈൻഡ് ടു ലിമിറ്റ് ദ കൺട്രോൾ ഓഫ് ദ ഗവൺമെൻറ് ഇൻ ദ ടോപ്പ് ലെവൽ ഡിസിഷൻസ് ആൻഡ് ഗിവ് സഫിഷ്യൻറ്റ് ഓട്ടോണമി ടു ഓപ്പറേറ്റിംഗ് കമ്പനീസ് ഇൻ ദർ ഡേ ടു ഡേ ഓപ്പറേഷൻസ്. ഇവിടെ ഹോൾഡിംഗ് കമ്പനി സ്ട്രക്ചറിൽ പറയുന്നത്, അതായത് നമ്മൾ പൊതുമേഖലാ സ്ഥാപനത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ കൺട്രോള് എവിടേക്ക് മാറ്റണം എന്നുള്ളതാണ് പറയുന്നത്, ലിമിറ്റ് ചെയ്യണമെന്ന്. അതായത് അവിടെ ടോപ്പ് ലെവൽ ഡിസിഷൻസിൽ അവർ തീരുമാനമെടുക്കുന്നത് ഒന്ന് കൺട്രോൾ ചെയ്യുക, അവർക്ക് കൂടുതൽ അധികാരം കൊടുക്കുന്നത് ഒന്ന് ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ കുറയ്ക്കുക. പകരം എന്ത് ചെയ്യണം? ഗീവ് സഫിഷ്യൻറ്റ് ഓട്ടോണമി. അതിന് പകരം നമ്മൾ അവർക്ക് കൂടുതൽ അവകാശങ്ങൾ, ഫ്രീഡം കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്പറേറ്റിംഗ് കമ്പനീസ് ഇൻ ദർ ഡേ ടു ഡേ ഓപ്പറേഷൻസ്. അതായത് നമ്മൾ സാധാരണഗതിയിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന കാര്യങ്ങൾ, പ്രവർത്തന ശൈലികളൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള ഗവൺമെൻറ്റിൻ്റെ ആ ഒരു നേതൃത്വം എന്നുള്ളത് ഓപ്പറേഷൻ ശൈലിയിലേക്ക് അല്ലെങ്കിൽ ദിവസം നടക്കുന്ന ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ട് അവരെ കൂടുതൽ ഉപയോഗിക്കുക ഗവൺമെൻറ്റിനെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ടോപ്പ് ലെവൽ ഡിസിഷനിൽ എപ്പോഴും അവർ ഒതുങ്ങി നിൽക്കുന്നത് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം ആണ് ഇവിടെ ഹോൾഡിംഗ് കമ്പനി സ്ട്രക്ചറിൽ നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ തരം പറയുന്നതാണ് ലീസിംഗ്. The government transfers the asset of a public sector enterprises to a private enterprise for a agreed period of time. നമ്മൾ പാട്ടത്തിന് കൊടുക്കാമെന്ന് പറയും, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അസറ്റ് പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും അത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് കുറച്ച് നാൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എഗ്രീഡ് പീരീഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക. The government enjoys the right to reconsider the lease agreement at any point of time and may transfer the asset to any other private enterprise. ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം? റൈറ്റ് ടു റീകൺസിഡർ ദ ലീസ് എഗ്രിമെൻറ്റ് ആ പാട്ടത്തിനായിട്ട് നമ്മൾ എഴുതിയിട്ടുള്ള അഗ്രിമെൻറ്റും മാറ്റി എഴുതാനും, അല്ലെങ്കിൽ ആ പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റി എഴുതിയിട്ട് വേറൊരാൾക്ക്, മറ്റൊരു വ്യക്തിക്ക്, പ്രൈവറ്റ് എൻ്റർപ്രൈസസിന് പാട്ടത്തിന് കൊടുക്കാനുമായിട്ട് നമുക്ക് പറ്റുന്നതാണ്. അതാണ് ഈ ലീസിങ് എഗ്രിമെൻറ്റിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്നത്. അതും ഒരു തരം പ്രൈവറ്റ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് റീസ്ട്രക്ചറിങ് ആണ്. അത് 2 തരത്തിൽ റീസ്ട്രക്ചർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ബേസിക് റീസ്ട്രക്ചറിങ്. ഫസ്റ്റ് വൺ നോക്കാം. In this restructuring, accumulated losses of a public sector enterprises are written off and its capital composition is rationalized in respect of debt equity ratio. അതായത് ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു കമ്പനിയിലുള്ള ഏത് തരത്തിലാണോ അവിടുത്തെ ഷെയർ ക്യാപിറ്റൽ, പിന്നെ അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ബോറോയിങ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിനെ നമ്മളൊന്ന് റീസ്ട്രക്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് മാറ്റി ചിന്തിക്കുക, ഒന്ന് മാറ്റി എഴുതുക, മാറ്റി നിർമ്മിക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നോക്കുക. എന്തെങ്കിലും നഷ്ടങ്ങളുണ്ടെങ്കിൽ, ലോസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ലോസസ് ഒക്കെ എഴുതി തള്ളുക, റിട്ടേൺ ഓഫ് ചെയ്യുക. ആൻഡ് അത് മാത്രമല്ല, ഇറ്റ്സ് ക്യാപിറ്റൽ കമ്പോസിഷൻ ഈസ് റേഷണലൈസ്ഡ്. അതായത് അവരുടെ ക്യാപിറ്റൽ മൂലധനം എത്രയാണോ ആ മൂലധനത്തിന് ഈക്വൽ ആക്കുക, ഏകദേശം ഒരു താരതമ്യേന കുഴപ്പമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഫെയർ ആയിട്ട് രീതിയിൽ മാറ്റുക എന്നുള്ളതാണ്. അത് ഏകദേശം ഈക്വലായിട്ട്, അതായത് ഡെറ്റും ഇക്വിറ്റിയും ഈക്വലായിട്ട് വരിക. ഷെയർ ഹോൾഡിംഗ് കപ്പാസിറ്റി, ഷെയർ ഹോൾഡേഴ്സ്, പ്രിഫറൻസ് ഷെയർസ്, അതും അതുപോലെ തന്നെ നമ്മൾ കടമായിട്ട് അല്ലെങ്കിൽ ലോങ് ടേം ബോറോയിങ്സ് ആയിട്ട് ഫിക്സഡ് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന രീതിയിലുള്ള മൂലധനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ മൂലധനങ്ങൾ ഉള്ളത് രണ്ടും കൂടി ഏകദേശം ഒരേ രീതിയിൽ പോകുന്ന തരത്തിലേക്ക് നമ്മൾ
നിർമ്മിച്ചു കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാപിറ്റൽ രീതി നമ്മൾ കമ്പനിയിൽ സെലക്ട് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇല്ലാത്ത പക്ഷം എന്താണെന്ന് വെച്ചാൽ നമുക്കെപ്പോഴും ഫിനാൻസ്, അതായത് ഷെയർസ് മാത്രമാണ് കൂടുതൽ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ റിസ്ക് കൂടുതലുള്ള ക്യാപിറ്റലാണ്, എപ്പോൾ വേണമെങ്കിലും ലോസ് വരാം, അങ്ങനെയുള്ള കമ്പനി കൂപ്പ് കുത്താനായിട്ടുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്കൊരു സേഫ് സോണിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈക്വലായിട്ട് നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള ലോങ് ടേം ഡെപ്റ്റും ഇക്വിറ്റിയും ഒരുപോലെ തന്നെ കൊണ്ടുപോകണം എന്ന് പറയുന്നത്. കൂടുതലായിട്ട് നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടും കാര്യമില്ല, ബിക്കോസ് ടാക്സും കൂടുതലായിട്ടൊക്കെ കൊടുക്കേണ്ടി വരും. അത് ഓവറായിട്ട് വന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് അത് ബുദ്ധിമുട്ടായിട്ടും വരും. അപ്പോൾ അങ്ങനെയുള്ള രീതികൾ നോക്കിയിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രൈവറ്റ് സെക്ടറിലേക്ക് ഓണർഷിപ്പ് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ 3 രീതികളാണ് മോഡ്സ് ഓഫ് മെഷേഴ്സ്, ഫോംസ് ഓഫ് പ്രൈവറ്റൈസേഷൻ പറയുന്നത്, അതായത് പബ്ലിക്കിൽ നിന്ന് പ്രൈവറ്റ് ആക്കുന്ന രീതികൾ പറയുന്നത്. ഇനി മൂന്നാമത്തത് പറയുന്നത് വാട്ട് ഈസ് ഓപ്പറേഷണൽ മെഷേഴ്സ് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ദീസ് മെഷേഴ്സ് ഇൻക്ലൂഡ് ഓഫറിംഗ് ഓട്ടോണമി ടു പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ തീരുമാനം എടുക്കാനായിട്ട് ഏതിലൊക്കെ ആയിരിക്കും? ഗിവിംഗ് ഇൻസെൻറ്റീവ് ടു എംപ്ലോയീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദെയർ എഫിഷ്യൻസി ഓർ പ്രൊഡക്ടിവിറ്റി ആൻഡ് പെർമിറ്റിംഗ് PSE ടു റേസ് ഫണ്ട്സ് ഫ്രം ക്യാപിറ്റൽ മാർക്കറ്റ്. ഇവിടെ ഓപ്പറേഷണൽ മെഷേഴ്സിൽ പ്രൈവറ്റൈസേഷൻ വരിക എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്ത് ചെയ്യുന്നു? കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നു പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. ഏത് മേഖലയിലേക്ക് മാറ്റുകയാണ് അവർ? തീരുമാനമെടുക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എംപ്ലോയീസിന് ഇത് കൊടുക്കുക, ഇൻസെൻറ്റീവ്സ് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ എഫിഷ്യൻസിക്ക് അനുസരിച്ച്, അവരുടെ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ചൊക്കെ ഇൻസെൻറ്റീവ്സ്. അറിയാമല്ലോ, ഇപ്പോൾ 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് അവരൊരു 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഇത്ര ശതമാനം വെച്ചിട്ടുള്ള ഇൻസെൻറ്റീവുകൾ കൂടുതലായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ആൻഡ് പെർമിറ്റിംഗ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ടു റേസ് ഫണ്ട്സ് ഫ്രം ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന്, ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള ലോങ് ടേം ഫണ്ട്സ് അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റാണ്. നമ്മൾ ഷെയറും ഡിബഞ്ചറും ഒക്കെ ഇഷ്യൂ ചെയ്യില്ലേ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മാർക്കറ്റിനെ, അവിടെ ഓൾറെഡി ലിസ്റ്റഡ് കമ്പനീസ്, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർഡ് ചെയ്തിട്ടുള്ള കമ്പനീസ് ഷെയർസൊക്കെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റിനെ നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള മാർക്കറ്റിൽ നിന്ന് ഫണ്ടുകൾ സ്വീകരിക്കാനായിട്ട് നമ്മൾ ആരെ പ്രേരിപ്പിക്കണം എന്നാണ് പറയുന്നത്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിന്. ആൻഡ് ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ഓപ്പറേഷണൽ പ്രൈവറ്റൈസേഷൻ ഈസ് ടു റിഡ്യൂസ് ഗവൺമെൻറ് കൺട്രോൾ ഓവർ എൻ്റർപ്രൈസ്. അപ്പം മേജറായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓപ്പറേഷണൽ പ്രൈവറ്റൈസേഷൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കൺട്രോളിനെ മൊത്തത്തിൽ കുറയ്ക്കുക എന്നുള്ളത്, അതായത് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൽ ഗവൺമെൻറ് കൺട്രോൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഓവറോളായിട്ട് ഓപ്പറേഷണൽ മെഷറായിട്ട് പറയുന്നത്. കാരണം എന്താണ്? ഇവിടെ ഓപ്പറേഷണൽ കാര്യങ്ങളിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, എംപ്ലോയീസിൻ്റെ കാര്യം തീരുമാനിക്കുക, അവരെ ഇൻസെൻറ്റീവ്സ് കൊടുക്കുക. അപ്പോൾ അത്തരത്തിലേക്ക് നമ്മൾ ഏതിനെ മാറ്റുന്നു? പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ ആ ഒരു നോട്ടങ്ങളെ, അവരെ ആ ഒരു നോക്കിക്കാണുന്ന, അല്ലെങ്കിൽ അവരെ ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിക്കണം എന്നുള്ളത് ആ ഒരു പാർട്ടിലേക്ക് മാറ്റുക. അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓപ്പറേഷണൽ മെഷേഴ്സിലേക്ക് മാത്രം ഗവൺമെൻറ്റിനെ, പബ്ലിക് സെക്ടേഴ്സ് എൻ്റർപ്രൈസസിനെ ഫോക്കസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ 3 തരമായിട്ട് പറയുന്നത്.